പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. വർഷങ്ങളായി നീണ്ടുപോകുന്ന കോടതി കേസുകൾ, അന്യായമായി കെട്ടിച്ചമച്ച കുറ്റാരോപണങ്ങൾ, വസ്തുതർക്കങ്ങൾ, കുടുംബ വഴക്കുകൾ എന്നിവ മൂലം നിയമ നടപടികളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. സത്യം ജയിക്കുമെന്നും ദൈവം നമുക്ക് നീതി നൽകുമെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്യായമായി വിചാരണ ചെയ്യപ്പെട്ടപ്പോഴും മൗനം പാലിച്ച് സത്യത്തിന് സാക്ഷ്യം നൽകിയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം. പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും ഈശോ സത്യത്തിൻ്റെ പക്ഷത്തായിരുന്നു. അന്ന് വേദനയോടെ അത് കണ്ടുനിന്ന പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ പക്ഷത്തു നിന്ന് നീതിക്കായി വാദിക്കും. കർത്താവിൻ്റെ സഹായകനാണ്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന വചനം നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അന്യായമായ നീക്കങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് പ്രതികളാക്കപ്പെട്ടവർ, വ്യാജരേഖകൾ മൂലം കുടുക്കപ്പെട്ടവർ എന്നിവർക്ക് അമ്മ തുണയാകണമേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണമേ. കേസുകൾ നടത്തുന്ന വക്കീൽമാർക്കും അധികാരികൾക്കും സത്യം തിരിച്ചറിയാനുള്ള വിവേകം നൽകണമേ. കോടതികളിൽ നിന്ന് അനുകൂലമായ വിധികൾ ഉണ്ടാകാൻ ഇടയാക്കണമേ. സത്യം മറ നീക്കി പുറത്തു വരട്ടെ. അമ്മേ, കുടുംബാംഗങ്ങൾ തമ്മിലോ അയൽവാസികൾ തമ്മിലോ ഉള്ള വസ്തുതർക്കങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കണമേ. നീണ്ട കാലമായി തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ വേഗത്തിൽ അവസാനിക്കാൻ വഴിയൊരുക്കണമേ. അർഹതപ്പെട്ട ഓഹരികളും അവകാശങ്ങളും ആരും തട്ടിയെടുക്കാതെ സംരക്ഷിക്കണമേ. പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറിയിറങ്ങി സാമ്പത്തികമായും ശാരീരികമായും തളർന്നവർക്ക് ആശ്വാസം നൽകണമേ. മാന്യമായ ഒത്തുതീർപ്പുകൾക്കും സമാധാനപരമായ ചർച്ചകൾക്കും വഴി തുറക്കണമേ. അമ്മേ, പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ മറ്റ് സർക്കാർ രേഖകളുമായി ബന്ധപ്പെട്ട നിയമപരമായ തടസ്സങ്ങൾ നീക്കിത്തരണമേ. കുറ്റാരോപണങ്ങൾ മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമേ. സമൂഹത്തിൽ നഷ്ടപ്പെട്ട അന്തസ്സും പേരും തിരികെ നൽകണമേ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും എന്ന വചനം ഞങ്ങളിൽ നിറവേറട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറി കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ ഇടയാകട്ടെ. മാതാവേ, കൃപാസനം നാഥേ, ഞങ്ങളുടെ നിയമപ്രശ്നങ്ങളിൽ അമ്മ ഇടപെട്ട് വിടുതൽ ഞങ്ങൾക്കായി നേടിത്തരണമേ. നീതിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വർഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.